രാത്രി ലൈവില് അർജുനും ശ്രീതുവും സീരിയസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ കോമഡി ആയിട്ടൊക്കെയാണ് നമ്മളിരുന്ന് സംസാരിക്കുന്ന കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. അവിടെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ആഴ്ച ശ്രീതു ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റനെ എവിടേക്കാണ് ആക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ജിൻഡോനെ എവിടേക്ക് ആക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അർജുൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, ഞങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന കൂട്ടത്തിലാണ് ആള്, എനിക്കതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് അർജുൻ പറയുന്നുണ്ട്. എവിടേക്ക് പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഗബ്രിയും റസ്മിനും ഉള്ളത് മാത്രമാണ് ഒരു പ്രശ്നം വരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ അവർ ഇല്ലായിരുന്നെങ്കിൽ ജിന്ന വരുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അർജുൻ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ശ്രീതു പറയുന്നുണ്ട്, ഓൾറെഡി ഗബ്രി പറഞ്ഞു കഴിഞ്ഞു എവിടേക്ക് ആക്കട്ടെ, അപ്പുറത്തെ റൂമിലാക്കിക്കോളാൻ ഓൾറെഡി ഗബ്രി എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അർജുൻ ഇത്തിരി ദേഷ്യം വന്നു. അർജുൻ പറഞ്ഞു, അവനാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീതുവിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുൻ ഒരു ശീലമുണ്ട്, ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം മഞ്ഞൾ ഇട്ടിട്ടുള്ള തിളപ്പിച്ച വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ജാൻമണി കടന്നു വരുന്നുണ്ട്. ജാൻമണിക്ക് ഈ വെള്ളം കണ്ട സമയത്ത് ഡൗട്ട് തോന്നിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് വെള്ളമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ഞൾ കലക്കിയ വെള്ളം എന്നൊന്നും പറയാനായിട്ട് അർജുൻ എന്തോ മുതിരുന്നില്ല. അവർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. അവിടെ അർജുൻ പറയുന്നുണ്ട്, അല്ല ഇത് ജ്യൂസ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ജാൻമണി പിന്നെ ഒന്നും പ്രതികരിക്കുന്നൊന്നുമില്ല. ജാൻമണി അവിടെ നിന്ന് എന്തോ കലക്കിയ വെള്ളം എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ജാൻമണി അങ്ങനെ മിണ്ടാതെ പോയി. അതിനുശേഷം ഇവർ വീണ്ടും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നത്, ഒരു വ്യക്തിക്ക് 21 ദിവസമാണ് സ്വന്തം ക്യാരക്ടർ വെച്ച് മാറ്റി വെച്ചുകൊണ്ട് ഫേക്ക് ആയിട്ട് നിൽക്കാൻ കഴിയുന്നത്. മാക്സിമം 21 ദിവസമാണെന്നാണ് സൈക്കോളജിക്കലി പറയുന്നത് എന്ന് അർജുൻ പറയുന്നുണ്ട്. പിന്നെ ഇവരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവിടെ അർജുൻ പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു പറഞ്ഞു, അയ്യോ ഞാൻ പറയില്ല, ഞാൻ നല്ല കുട്ടിയാണ്, മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല, ഞാനങ്ങനെ പറയൂല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീതു പറയുന്നുണ്ട്, എന്നിട്ട് ശ്രീതു പറയുന്നുണ്ട്, അല്ല ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അർജുനെ കുറിച്ച്, അതൊക്കെ എന്നോട് മുന്നേ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, നിന്നെ പലരും മാറ്റിയിട്ടുണ്ട്, നിന്റെ അടുത്ത് പലതും പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്, ഇതൊക്കെ എത്തിയിട്ടുണ്ടാവുന്ന എനിക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അവർ എന്തർത്ഥത്തിലാണ് ഇത് പറയുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ക്യാരക്ടറാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് മോശപ്പെട്ട ബിഹേവിയറാണ് എനിക്കുള്ളത്, ഞാൻ എന്ത് ഫേക്ക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നവിടെ അർജുൻ പറയുന്നുണ്ട്. എന്തായാലും വളരെ സീരിയസ് ആയിട്ട് അർജുനും ശ്രീധുരുന്ന് ലൈവിൽ സംസാരിച്ച കാര്യങ്ങളാണിത്.